ഫണ്ട് വിനിയോഗത്തിൽ കോട്ടയം ജില്ലയിൽ ഏറ്റവും പിന്നിലായി കോൺഗ്രസ് ഭരിക്കുന്ന കോട്ടയം നഗരസഭ. ആകെ ചെലവഴിച്ചത് 55% തുക മാത്രം. പണം ചെലവഴിക്കുന്നതിൽ വീഴ്ച വരുത്തിയതോടെ അടുത്ത സാമ്പത്തിക വർഷം പദ്ധതി വിഹിതം കുറയും. കഴിഞ്ഞ സാമ്പത്തിക വർഷം കോട്ടയം നഗരസഭയ്ക്ക് ആകെ ചെലവഴിക്കാൻ കഴിഞ്ഞത് 55% തുക. ആകെ ലഭിച്ച 30 കോടിയിൽ പകുതി മാത്രമാണ് ചെലവഴിക്കാനായത്. ഇതുമൂലം അടുത്ത സാമ്പത്തിക വർഷം നഗരസഭയ്ക്ക് അനുവദിക്കുന്ന ഫണ്ട് വിഹിതം പകുതിയായി കുറയും. ഇത് നഗരസഭയുടെ കെടുകാര്യസ്ഥതയാണ് സൂചിപ്പിക്കുന്നതെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നു. കോട്ടയം നഗരസഭ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് പദ്ധതി വിഹിതം ചെലവഴിക്കുന്നതിൽ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന സ്ഥിതിയാണുള്ളത്. കൃത്യമായിട്ടൊരു ആസൂത്രണമോ അല്ലെങ്കിൽ നാട്ടിൽ വികസനം നടക്കണമെന്നുള്ള ലക്ഷ്യത്തോടെ ഇരിക്കുന്ന ഒരു ഭരണസമിതി അല്ല എന്നുള്ളതാണ് വസ്തുത. പരസ്പരമുള്ള ഗ്രൂപ്പ് വൈരങ്ങളും കുതികാൽ വെട്ടലും ഒക്കെയാണ്. അവർക്ക് ഇത്തരം കാര്യങ്ങളിലോ ജനങ്ങളുടെ നാട്ടിൽ വികസനം എത്തിക്കുകയോ ജനങ്ങളുടെ പ്രശ്നങ്ങളിലോ ഇടപെടുന്ന ഒരു ഭരണാധികാരികളല്ല, പൊതുപ്രവർത്തന രംഗത്തൂടെ വന്നവരല്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളിൽ ഒന്നും ശ്രദ്ധിക്കുന്നില്ല എന്ന് മാത്രമല്ല, അതിൻ്റെ ഫലമായിട്ട് കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് കോട്ടയം നഗരം ഒരു അനാഥമായി കിടക്കുന്ന സ്ഥിതിയാണുള്ളത്. സമയബന്ധിതമായി പദ്ധതിയുടെ അംഗീകാരം നേടിയെടുക്കാൻ നഗരസഭയ്ക്ക് കഴിഞ്ഞില്ല. സംസ്ഥാന തലത്തിൽ പല നഗരസഭകളും 60% മുകളിൽ തുക ചെലവഴിച്ചപ്പോഴാണ് കോട്ടയം നഗരസഭ പിന്നിലായത്. ഭരണമുന്നണിയിലെ തർക്കങ്ങളും ഗ്രൂപ്പ് കളികളുമാണ് നഗരസഭയുടെ പ്രവർത്തനത്തെ പിന്നോട്ടടിക്കുന്നത്. ഇതുമൂലം കോട്ടയം നഗരത്തിന്റെ വികസന മുരടിപ്പിനാണ് ഇടയാക്കുന്നത്. സാംജിത് ആർപ്പൂക്കരയ്ക്കൊപ്പം സനോജ് സുരേന്ദ്രൻ, കൈരളി ന്യൂസ്, കോട്ടയം.